വിദ്യാജിയായിട്ടുള്ളൊരു അസോസിയേഷൻ തുടങ്ങിയ പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഫിലിമിൽ വരെ ചേട്ടൻ പാടിയിട്ടുണ്ട്. അപ്പം ഇത്രയും കാലങ്ങളിൽ പാടിയിട്ടുള്ള പാട്ടുകളിൽ ബെസ്റ്റ് സോങ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം ഇല്ലാണ്ട് പറഞ്ഞ വിദ്യാജിയായിട്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് പാടുകയാണ്. കാരണം ഫസ്റ്റ് ഇന്ദ്രപ്രസ്ഥമൊക്കെ എനിക്ക് തോന്നുന്നു 95 ആ സമയത്തൊക്കെയാണ് ഇറങ്ങിയത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുകയാണെങ്കിൽ സുരനായി തഴുകി എന്നുള്ള പാട്ടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആ പാട്ട് പാടിയ സമയത്തേക്കാളും കൂടുതൽ ഹിറ്റായത് പിന്നീട് റിയാലിറ്റി ഷോസിലേക്ക് ഒരുപാട് പാടിപ്പാടിയാണ്. കാരണം റിയാലിറ്റി ഷോസിലൊരു എന്താ പറയുക മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു പാട്ടെന്ന രീതിയിൽ ഈ പാട്ട് മാറി. അപ്പോൾ ആ രീതിയിലും ശരിക്കും ഞാൻ വിജയേട്ടനെ വെറുതെ ഇരുത്തിക്കൊണ്ട് പറയല്ല, ഇത് ഇറങ്ങിയത് ഞാൻ ഗൾഫിലുള്ള സമയത്താണ്. അപ്പോൾ ഇത് സത്യം ശിവസുന്ദരം അന്ന് കാസറ്റാണല്ലോ, അപ്പോൾ പുതിയ മലയാളമൊക്കെ ഇറങ്ങുമ്പോൾ പോയി കാസറ്റ് വാങ്ങിക്കും അങ്ങനെ. അപ്പം ഇത് കേട്ട് അത്ര ഇഷ്ടമായിട്ട് റിപ്പീറ്റിലിട്ട് ഒരു കാസറ്റിൻ്റെ സൈഡ് ഫുൾ വീണ്ടും റീവൈൻഡ് ചെയ്ത് കേൾക്കാനുള്ള ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് വേറൊരു കാസറ്റിലേക്ക് റെക്കോർഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു കാസറ്റ് ബ്ലാങ്ക് കാസറ്റ് ഫുള്ള് 2 സൈഡും. അത്ര ഇഷ്ടമായിരുന്നു ആ പാട്ട്. അത് ഞാനൊരു ഓഡിയൻസിന്റെ ഒരു ചെറിയ റെപ്രസെന്റേറ്റീവ് മാത്രം. ഇതേപോലെ എല്ലാവരും സ്വീകരിച്ചൊരു പാട്ടായിരുന്നു. ഒരുപാട് നമുക്ക് ഫേസ്ബുക്ക് മെസ്സേജസ് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഈ പാട്ട് കുറിച്ച് പറയാറുണ്ട് പലരും. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ അച്ഛൻ വിട്ടുപോയിട്ടുള്ള ആളുകളൊക്കെ അവർക്ക് ആ ഒരു മെമ്മറിയും കൂടി ഉണർത്തുന്ന ഒരു പാട്ടാണ്. കാരണം പൊതുവെ ഈ അമ്മയെക്കുറിച്ച് വർണ്ണിച്ചിട്ടുള്ള പാട്ടുകളാണ് കൂടുതലും മലയാള സിനിമയിൽ. അച്ഛനെ പുകഴ്ത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണല്ലോ. അപ്പൊ അതും ഒരു ലക്കാണ്. കാരണം അത്തരത്തിലുള്ള പാട്ട് പാടാൻ പറ്റിയെന്നുള്ളത് കൈതപ്പുറത്ത് തിരുമേനിയുടെ വളരെ മനോഹരമായിട്ടുള്ള വരികളാണ്. വിദ്യാജി അത് അറിഞ്ഞ് സംഗീതം ചെയ്തിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ഡെഫിനറ്റ്ലി വിജയേട്ടൻ ഇങ്ങനെ ഡ്യുവറ്റിൽ വന്നിട്ട് ആ പാട്ട് പാടിപ്പിച്ചില്ലെങ്കിൽ ഒട്ടും ശരിയാവില്ല. തീർച്ചയായിട്ടും സന്തോഷത്തോടെ പാടാം. പ്ലീസ് ഡു ദാറ്റ് സോങ് ഫോർ us. Yes. എന്നുമെൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മതൻ പീലിയാണച്ഛൻ. എന്നുമെൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മതൻ പീലിയാണച്ഛൻ. കടലാസു തോണിയെ പോലെൻ്റെ ബാല്യത്തിലൊഴുകുന്നൊരോർമ്മയാണച്ഛൻ. ഉടലാർന്ന കാരുണ്യമച്ഛൻ, കൈവന്ന ഭാഗ്യമാണച്ഛൻ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെയുരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാട് നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകുവിടർത്തുമെന്നച്ഛൻ. പുഞ്ചിരിച്ചിറകുവിടർത്തുമെന്നച്ഛൻ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെയുരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. അത് ഒറിജിനൽ സിംഗറെ പാടി കേൾക്കുമ്പോഴൊരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ. ശരിക്കും പാടിയ ആൾ തന്നെ പാടുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള പാട്ട്. താങ്ക് യു ഫോർ ഡൂയിങ് ദിസ് ഓൺ ഡ്യുവറ്റ് ഫോർ us. വെൽക്കം ചേട്ടാ, താങ്ക് യു സോ മച്ച്. നല്ല രസമുണ്ടായിരുന്നു ചേട്ടനായിട്ട്, ചേട്ടൻ്റെ എക്സ്പീരിയൻസസ് കേൾക്കാനും പാട്ടുകൾ കേൾക്കാനും എല്ലാം. ചേട്ടനെ ഇങ്ങനെ പേഴ്സണലി അറിയാമെങ്കിലും ചേട്ടനെ പറ്റി അറിയാത്ത കുറേ കാര്യങ്ങൾ ഡ്യുവറ്റിലൂടെ അറിയാൻ പറ്റി. ചേട്ടൻ്റെ മ്യൂസിക്കൽ എക്സ്പീരിയൻസസ് ഒക്കെ അറിയാൻ പറ്റി. ശരിക്കും ഇനിയും
കുറേ നല്ല പാട്ടുകളൊക്കെ ചേട്ടന് ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ശരിക്കും. നാവ് പൊന്നായി Sincere മാറട്ടെ. ആയിട്ട്.